അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ക്ലെയിം ടു പാരാമൗണ്ടസി എന്നുള്ളതാണ്. അപ്പോ നോക്കിയാലോ, അണ്ടർ ലോർഡ് ഹാസ്റ്റിങ്സ് ദ ഗവർണർ ജനറൽ ഫ്രം 1813 to 1823 അല്ലെ, ലോർഡ് ഹാസ്റ്റിങ്സ് എന്ന് പറയുന്ന ഗവർണർ ജനറൽ ആണ് കേട്ടോ. എപ്പം മുതലുള്ള 1813 to 1823 വരെ ആയിരുന്നു ലോർഡ് ഹാസ്റ്റിങ്സ് ഗവർണർ പദവിയിലിരുന്നത്. ആൻഡ് എ ന്യൂ പോളിസി ഓഫ് പാരാമൗണ്ടസി വാസ് ഇനീഷ്യേറ്റഡ്. ഈ ഒരു ലോർഡ് ഹാസ്റ്റിങ്സ് എന്ന് പറയുന്ന ഗവർണർ ഒരു ന്യൂ പോളിസി ഇറക്കി. ഓക്കെ, എന്ത് പോളിസിയാണ്? ആ പോളിസിന്റെ പേരാണ് ഇറ്റ് ഈസ് പാരാമൗണ്ടസി എന്ന് പറയുന്ന പോളിസി. ഓക്കെ, നൗ ദ കമ്പനി claimed that its authority was paramount or supreme, hence its power was greater than that of Indian states എന്നാണ് പറഞ്ഞത് അല്ലെ. ഇപ്പൊ കമ്പനി പറയാണ്, ഈ ഒരു കമ്പനി ക്ലെയിം ദാറ്റ് ഇറ്റ്സ് അതോറിറ്റി വാസ് പാരാമൗണ്ട് ഓർ സുപ്രീം എന്ന് വെച്ചാല് ഇവരുടെ ഇപ്പൊ ലോർഡ് ഹാസ്റ്റിങ്സ് എന്ന ഗവർണറാണ് ഈ ഒരു പാരാമൗണ്ടസി എന്നുള്ളത് പറയുന്നത്. പാരാമൗണ്ടസി എന്ന് പറയുമ്പോ അവിടെ അതോറിറ്റി, അവിടെ ആരാണോ പവർ, അവരാണ് സുപ്രീം ആയിട്ട് നിലനിൽക്കുന്നത്. അപ്പൊ എന്താണ് ഇൻസിറ്റ്സ് പവർ, ആ ഒരു പവർ എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റേറ്റിനെക്കാട്ടും പവർ ഉണ്ട് ആ പാരാമൗണ്ടസി എന്ന് പറയുന്ന പോളിസിക്ക് എന്നതാണ് പറയുന്നത്. ഓക്കെ, and in order to protect its interest, it was justified in annexing or threatening to annex any Indian kingdom. എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാര് ലോർഡ് ഹാസ്റ്റിങ്സിനെ ഗവർണർ ജനറൽ ആക്കി. അവര് ഇങ്ങനെ ഇന്ത്യൻ സ്റ്റേറ്റില് ട്രേഡിംഗ് ഇതൊക്കെ നടത്തുമ്പോൾ അല്ലെ, ഇവിടെ കോളനീസ് ഒക്കെ സെറ്റപ്പ് ചെയ്തു പല ഇന്ത്യൻ സ്റ്റേറ്റില്. ഏതൊക്കെ ഇയേഴ്സ് ആയിരുന്നു? 1813 to 1823 വരെയാണ് ലോർഡ് ഹാസ്റ്റിങ്സ് ഗവർണർ പദവിയിൽ ഇരുന്നത്. അപ്പൊ കൊണ്ടുവന്ന ഒരു പോളിസിയാണ് എന്ത്? പാരാമൗണ്ടസി എന്ന് പറയുമ്പോൾ കുട്ടികളെ എന്താണ് ഉദ്ദേശിക്കുന്നത്? മെയിൻലി കമ്പനി പറഞ്ഞു, ഈ ഒരു ഇന്ത്യൻ സ്റ്റേറ്റിൽ ഒരു റൂൾ ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സുപ്രീം ഉണ്ടല്ലോ, അതിലും മേലെ ആയിരിക്കും ഈ ഒരു പാരാമൗണ്ടസി എന്ന് പറയുന്നത്. ഓക്കെ, അതിലും സുപ്രീം ആയിരിക്കും ആ അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ഇന്ത്യൻ സ്റ്റേറ്റിലുള്ള റൂളേഴ്സിന് നമ്മൾ മുൻഗണന കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവരാണല്ലോ സുപ്രീം, അവരതിനുള്ള ഒരു പോളിസി കൊണ്ടുവന്നല്ലോ പാരാമൗണ്ടസി എന്ന് പറയുമ്പോ. ഓക്കെ, അപ്പൊ അവർക്ക് എത്ര വേണമെങ്കിലും ഇന്ത്യൻ സ്റ്റേറ്റ്സ് അവരുടെ കീഴിലാക്കാം, ആരുടെയും അനുവാദമില്ലാതെ. അതാണ് പാരാമൗണ്ടസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, when the British tried to annex the small state of Kittur in Karnataka today, അങ്ങനെ ബ്രിട്ടീഷുകാർ ഇന്ത്യൻ സ്റ്റേറ്റിലെ പല സ്ഥലങ്ങൾ എന്താ കീഴടക്കാൻ പോവുകയാണ്. അപ്പൊ കിറ്റൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കർണാടകത്തെ, അത് ആനക്സ് ചെയ്യാൻ പോവുക. അതൊരു ചെറിയൊരു സ്റ്റേറ്റ് ആണ് കർണാടകത്തെ. ആൻഡ് റാണി ചെന്നമ്മ took to arms and led an anti-British resistance movement. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഈ കിറ്റൂർ എന്ന് പറയുന്ന ആ സ്ഥലം കർണാടകത്തെ ഒരു ചെറിയ സംസ്ഥാനമായിരുന്നു കിറ്റൂർ എന്ന് പറയുന്നത്. അവിടെ ബ്രിട്ടീഷുകാർ ആ ഒരു സിറ്റി കീഴടക്കാൻ പോയപ്പോൾ അവിടെ ഒരു പ്രൊട്ടസ്റ്റ്, ഒരു ഫ്രീഡം ഫൈറ്റർ ആണ് ഒരാളുണ്ടായിരുന്നു, റാണി ചെന്നമ്മ എന്ന് പറയുന്ന റാണി ചെന്നമ്മ അല്ലെ. അവരെന്ത് ചെയ്തു? കയ്യിൽ ആയുധങ്ങൾ എടുത്തിട്ട് ബ്രിട്ടീഷുകാരെ അവിടുന്ന് തുരത്താൻ വേണ്ടി നോക്കി. റാണി ചെന്നമ്മ എന്ന് പറയുന്ന ഒരാള്. ഓക്കെ, അവിടെയുള്ള ആക്ടിവിസ്റ്റ് ആയിരിക്കാം. ഓക്കെ, നമുക്ക് നോക്കാം അല്ലെ. അപ്പോ ഓക്കെ, ആൻഡ് ഷി വാസ് അറസ്റ്റഡ് ഇൻ 1824. ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധം എടുത്ത് പോരാടാൻ വന്ന റാണി ചെന്നമ്മേനെ ആര് അറസ്റ്റ് ചെയ്തു? ബ്രിട്ടീഷുകാരുടെ അതോറിറ്റീസ് വന്നിട്ട് അറസ്റ്റ് ചെയ്തു. ഏത് ഇയറിലാണ് മക്കളെ അറസ്റ്റ് ചെയ്തത്? 1824 അല്ലെ. 1824 റാണി ചെന്നമ്മേനെ ബ്രിട്ടീഷുകാരെ അറസ്റ്റ് ചെയ്തു. ആൻഡ് died in prison in 1829. അങ്ങനെ ജയിലില് ആ ഒരു റാണി ചെന്നമ്മ ജയിലിൽ തന്നെ മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. കൊന്നതായിരിക്കാം. മെയിൻലി ബ്രിട്ടീഷുകാർക്കെതിരെ ആരെങ്കിലും ഒരു കാൽവെപ്പ് അല്ലെങ്കിൽ അവർക്കെതിരെ നടത്തിയാണെങ്കിൽ അവരെന്ത് ചെയ്യും? അവരെ വെട്ടിവീഴ്ത്തും. അതുപോലെ റാണി ചെന്നമ്മേനെ അവർ ജയിലിലിട്ട് തന്നെ കൊലപ്പെടുത്തി എന്ന് തന്നെ പറയാം. ഓക്കെ, ബട്ട് Rayanna, a poor chowkidar of Sangoli in Kittur, carried on the resistance. അങ്ങനെ റാണി ചെന്നമ്മ മരിച്ചെങ്കിലും അല്ലെ
ആരാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ആ ഒരു ഇതിന്റെ ഫോളോവർ ആയിട്ട്, റാണി ചെന്നമ്മന്റെ ഫോളോവർ ആയിട്ട് ആ ഒരു റെസിസ്റ്റൻസ് മുന്നോട്ട് കൊണ്ടുപോയത്, ആ ഒരു പ്രൊട്ടസ്റ്റ് മുന്നോട്ട് കൊണ്ടുപോയത് അവിടെയുള്ള ചൗക്കീദാർ ആയിട്ടുള്ള ആരായിരുന്നു? രായണ്ണ എന്ന് പറയുന്ന ആളായിരുന്നു. ഓക്കെ, അയാൾ എന്ത് ചെയ്തു? ആ ഒരു പ്രൊട്ടസ്റ്റ് മുന്നോട്ട് കൊണ്ടുപോയി ബ്രിട്ടീഷുകാർക്കെതിരെ. ഓക്കെ, and with popular support he destroyed many British camps. അങ്ങനെ കിറ്റൂരിലുള്ള കുറെ ആളുകളും കൂടി ആരെ കൂടെ? രായണ്ണന്റെ കൂടെ. അങ്ങനെ ചൗക്കീദാറായിട്ടുള്ള സംഗോലിയിലെ ചൗക്കീദാറായിട്ടുള്ള രായണ്ണന്റെ കൂടെ കുറെ ആളുകളും കൂടെ ഒത്തുചേർന്ന ബ്രിട്ടീഷ് ക്യാമ്പ്, അവിടെ കിറ്റൂരിൽ അവര് ബ്രിട്ടീഷുകാരുണ്ടാക്കിയിട്ടുള്ള ക്യാമ്പ്സ് ഒക്കെ എന്ത് ചെയ്തു? എടുത്തു കളഞ്ഞു എന്നാണ് പറയുന്നത്. and he was caught and hanged by the British in 1830. അങ്ങനെ രായണ്ണനെ എന്താക്കി? ബ്രിട്ടീഷുകാര് തൂക്കിക്കൊന്നു എന്നാണ് പറയുന്നത്. തൂക്കിലേറ്റി എന്ന് പറയാം. ഏത് വർഷം? 1830. 1824 റാണി ചെന്നമ്മ എന്ന് പറയുന്ന വേറൊരാളെ എന്ന് വെച്ചാൽ ഇവരെ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു പ്രൊട്ടസ്റ്റ് നടത്തിയ ആളെ 1824 ജയിലിലിട്ട് കൊല്ലുകയും, അപ്പോ ആ ഒരു റാണി ചെന്നമ്മയുടെ പാത പിന്തുടർന്ന് റെസിസ്റ്റൻസ് മുന്നോട്ട് കൊണ്ടുപോയ രായണ്ണ, പോർ ചൗക്കീദാർ ഓഫ് സംഗോലി ഇൻ കിറ്റൂർ, ഓൾസോ ഹാങ്ഡ് ബൈ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാര് അയാളെ തൂക്കിലേറ്റുകയും ചെയ്തു. ഏത് വർഷം? 1830. ഓക്കെ, in the late 1830s. അങ്ങനെ 1830 ആ ഒരു വർഷം അവസാന ഘട്ടം, ഈസ്റ്റ് ഇന്ത്യ കമ്പനി became worried about റഷ്യ. അങ്ങനെ 1830 ആ ഒരു വർഷത്തിന്റെ അവസാനം. ഓക്കെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരെ കുറിച്ചാണ് ഭയന്നത്? ഇസ് വെറീഡ്. ആരെ കുറിച്ച് ഭയന്നു? റഷ്യനെ കുറിച്ച്. എന്തുകൊണ്ടായിരിക്കാം? imagine that Russia might expand across Asia and enter India from the northwest. ട്രേഡിനായിട്ടോ എന്തെങ്കിലും കാര്യത്തിനായിട്ടോ റഷ്യ എവിടേക്ക് വന്നാലോ? ഏഷ്യയിലേക്ക് വന്നിട്ട് ഇന്ത്യയിൽ എത്തിയിട്ട് അല്ലെ, നോർത്ത് വെസ്റ്റ് റീജിയൻസ് എല്ലാം കൂടെ അവർ കൈക്കലാക്കിയാലോ എന്നുള്ള ഒരു ചിന്ത ബ്രിട്ടീഷുകാർക്ക് ഉള്ളിലുണ്ട് കേട്ടോ കുട്ടികളെ. ആൻഡ് ഡ്രിവൻ ബൈ ദിസ് ഫിയർ ദ ബ്രിട്ടീഷ് നൗ വാണ്ടഡ് to secure the control over the north west. നോർത്ത് വെസ്റ്റിൽ വന്നിട്ട് റഷ്യക്കാര് ആധിപത്യം സ്ഥാപിച്ചാലോ എന്നുള്ള ഒരു പേടി ബ്രിട്ടീഷുകാർക്കിടയിൽ ഉണ്ട് കേട്ടോ കുട്ടികളെ. അപ്പൊ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അവിടെ ആ നോർത്ത് വെസ്റ്റ് ഏരിയയിൽ വേഗം പോയിട്ട് ആധിപത്യം സ്ഥാപിച്ചാല് എന്ത് ചെയ്യാം? ആ ഒരു ഭയം ഇല്ലാതാക്കാന്നുള്ള ഒരു ചിന്ത വന്നു അല്ലെ. ആൻഡ് they fought a prolonged war with Afghanistan between 1838 and 1842 and established indirect company rule there. അപ്പൊ നമ്മൾ പറഞ്ഞു നോർത്ത് വെസ്റ്റ് റീജിയൻസിലൊക്കെ പോയിട്ട് അവർക്ക് ആധിപത്യം സ്ഥാപിക്കണമെങ്കിൽ അവിടെ യുദ്ധം നടത്തിയിട്ട് അവിടെയുള്ള റൂള് കൈക്കലാക്കണം അല്ലെ, അങ്ങനെയല്ലേ പറ്റുള്ളൂ. അങ്ങനെ അഫ്ഗാനിസ്ഥാനിൽ അവർ ആദ്യം പോയി. ഏത് വർഷം? 1838നും 1842 ആ ഒരു വർഷത്തിന്റെ നടുവിലുള്ള പല വർഷങ്ങളിലും ഇവർ വോർ നടത്തിയിട്ട് അഫ്ഗാനിസ്ഥാന്റെ പല റീജിയൻസും ഈ ബ്രിട്ടീഷുകാർ കൈക്കലാക്കി എന്നതാണ് കേട്ടോ മക്കളെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. അങ്ങനെ സിന്ധ് വാസ് ടേക്കൺ ഓവർ ഇൻ 1843. അങ്ങനെ സിന്ധ് എന്ന് പറയുന്ന റീജിയൻ അവര് 1843 ബ്രിട്ടീഷുകാർ കൈക്കലാക്കി എന്നതാണ് കേട്ടോ പറയുന്നത്. അടുത്തത് അവർ കൈക്കലാക്കിയത് എന്താ? നെക്സ്റ്റ് ലൈൻ വാസ് പഞ്ചാബ്. ഇനി കൈക്കലാക്കാനുള്ളത് പഞ്ചാബാണ് ബ്രിട്ടീഷുകാർക്ക് കൈക്കലാക്കാനുള്ളത്. ഓക്കെ, but the presence of Maharaja Ranjit Singh held back the company എന്നാണ് പറയുന്നത്. എന്താണ് മക്കളെ? ഓക്കെ, അവിടെ എന്ന് വെച്ചാൽ അവർ മഹാരാജ രഞ്ജിത് സിംഗ് എന്ന് പറയുന്ന ഒരു റൂളറിനെ ഭയന്നിട്ട് ബ്രിട്ടീഷുകാര് പഞ്ചാബ് റൂൾ ചെയ്യാൻ, അത് കൈക്കലാക്കാൻ, ആ സ്റ്റേറ്റ് കൈക്കലാക്കുന്നതിൽ നിന്ന് പിന്മാറി എന്നതാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ഹിസ് ഡെത്ത് ഇൻ 1839 അങ്ങനെ മഹാരാജ രഞ്ജിത് സിംഗ് ഉണ്ടല്ലോ പഞ്ചാബിലെ അവിടുത്തെ റൂളർ ആയിട്ടുള്ള മഹാരാജ രഞ്ജിത് സിംഗ് 1839 മരണപ്പെടുകയും ടു പ്രൊലോങ്ഡ് വാർസ് were fought with the Sikh കിങ്ഡം. അങ്ങനെ പഞ്ചാബിൽ അവരെന്ത് ചെയ്തു? ഇദ്ദേഹം മരിച്ചല്ലോ, ആ ഭയം പോയി അല്ലെ. ഇനിയിപ്പോ അവിടെ എന്ത് ചെയ്തു? യുദ്ധം നടത്തിയിട്ട് അവിടെയുള്ള പഞ്ചാബും കൂടെ അവർക്ക് കൈക്കലാക്കാം എന്ന രീതിയിൽ 2 wars നടത്തി എന്നാണ് പറയുന്നത്. അങ്ങനെ 1849 പഞ്ചാബും അവര് ആനക്സ് ചെയ്തു അല്ലെ, പഞ്ചാബും അവര് കൈക്കലാക്കി എന്നതാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ മഹാരാജ രഞ്ജിത് സിംഗ് അല്ലെ,
അന്നത്തെ പഞ്ചാബ് ആ ഒരു കോർട്ടിൽ അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്. ഓക്കെ, മിനിസ്റ്റേഴ്സുമായിട്ട്. ആ ഒരു പിക്ചറാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മക്കളെ ദ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ആണ്. എന്താണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കളെ? നമുക്ക് നോക്കിയാലോ. ഓക്കെ, and the final way of annexation occurred under Lord Dalhousie. നമ്മൾ പറഞ്ഞു ലോർഡ് ഹാസ്റ്റിങ്സ് ഗവർണറിന്റെ നേതൃത്വത്തിൽ പാരാമൗണ്ടസി റൂൾ വന്നു. അങ്ങനെ പല പല ചേഞ്ചസ് വരുത്താൻ അവർ നോക്കി. അതൊക്കെ പറഞ്ഞു. ഇനി ലാസ്റ്റ് ഇനി ഫൈനൽ വേവിൽ എത്തി നിൽക്കുകയാണ് ബ്രിട്ടീഷുകാരെ. ഇനിയും കുറെ ഇത് കീഴടക്കാനുണ്ട്. അങ്ങനെ ഗവർണർമാർ ലോർഡ് ഡാൽഹൌസി ആയി ഗവർണർ ജനറൽ എപ്പോ തൊട്ട് 1848 മുതൽ 1856 വരെ ഗവർണറായിട്ട് പദവി ഏറ്റെടുത്തു ലോർഡ് ഡാൽഹൌസി. ആൻഡ് ഹി ഡിവൈസ്ഡ് എ പോളിസി ദാറ്റ് കെയിം ടു ബി നോൺ ആസ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. ഈ പാരാമൗണ്ടസി എന്ന് പറയുന്ന ഈ പോളിസി അദ്ദേഹം ചേഞ്ച് ചെയ്തു, റിവൈസ് ചെയ്തു. എന്നിട്ട് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന പേരിലേക്ക് ആക്കി. ഓക്കെ, and the doctrine declared that if any Indian ruler died without a male heir, his kingdom would lapse. That is become part of company territory. അപ്പൊ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ പറയട്ടെ. എന്താന്ന് വെച്ചാല് ഇപ്പോ ഈ ഇന്ത്യൻ റൂളർ, ഇന്ത്യൻ ഭരണാധികാരി മരണപ്പെട്ടു. അദ്ദേഹത്തിന് എന്തില്ല, ആൺമക്കളായിട്ട് എന്തില്ല, ആൺമക്കളില്ല. ഈ ഒരു എന്ന് വെച്ചാല് രാജാവ് മരിച്ചാണെങ്കിൽ അതിന്റെ അടുത്ത തലമുറയായിരിക്കും, അടുത്ത ആളായിരിക്കും എന്ത്, റൂളർ ആയിട്ട് വരിക. അഥവാ അവർക്ക് ആൺകുട്ടി ഇല്ലെങ്കിൽ, അല്ലെ, മെയിൽ ഹെയർ ഇല്ലെങ്കിൽ ആ ഒരു റൂളിംഗ്, അല്ലെ, ആ ഒരു റൂളിംഗ് പ്ലേസ്, അല്ലെ, റൂളിംഗ് അതോറിറ്റി ആരുടെ കീഴിലാവും? ബ്രിട്ടീഷുകാരുടെ കീഴിലാവും, അല്ലെ. അവർ എന്ന് വെച്ചാൽ ആ ഒരു കിങ്ങിന് ആൺപുത്രന്മാരില്ലെങ്കിൽ, അല്ലെ, എന്ന് വെച്ചാൽ ആണുങ്ങള് ആയിട്ട് മക്കളില്ലെങ്കിൽ ആ ഒരു പ്ലേസ്, ആ ഒരു റൂള് ആരുടെ കൈമലാവും? ബ്രിട്ടീഷുകാരുടെ കയ്യിലാവും എന്നുള്ള റൂളാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ്, and one kingdom after one another was annexed simply by applying this doctrine. അങ്ങനെ ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ കീഴടക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ചിലവർക്ക് എന്ത് ഉണ്ടാവില്ല, പെൺമക്കളാണെങ്കിൽ ആ ഒരു ഭരണാധികാരിക്ക് പെൺമക്കളാണെങ്കിൽ ആ ഒരു റൂള് എന്താ പറയാ, അവർക്ക് പോവില്ല, അല്ലെ. എന്ന് വെച്ചാല് പെണ്ണുങ്ങൾ ആ ഒരു കാലത്ത് പെണ്ണുങ്ങൾ രാജ്ഞിമാരായി വായുന്ന ഒരു ഇതില്ലായിരുന്നു. എന്ന് വെച്ചാൽ ആൺമക്കളാണ് എന്ത് മെയിൻ ആയിട്ട് അവരുടെ ഹെയർ ആയിട്ട്, ഫോളോവർ ആയിട്ട്, ഭരണാധികാരിയായിട്ട് ഉയർന്നു വരിക, അല്ലെ. അപ്പൊ ഓക്കെ, അങ്ങനെ എന്തൊക്കെ സ്ഥലങ്ങൾ അവർ കീഴടക്കി എന്നാ പറയുന്നത്? ഇറ്റ് ഈസ് മെയിൻലി സത്താര, അല്ലെ. സത്താര എന്ന് പറയുന്ന കീഴടക്കിയത് 1848 നെക്സ്റ്റ് സംപാൽപൂർ 1850 കീഴടക്കിയത്. ആൻഡ് ഉദയ്പൂർ, രാജസ്ഥാനിലുള്ള ഉദയ്പൂർ 1852 നാഗ്പൂർ അവർ കീഴടക്കി 1853 ആൻഡ് ഝാൻസി എന്ന് പറയുന്നത് സ്ഥലം 1854 അവർ കീഴടക്കി. എന്തൊക്കെ സ്ഥലങ്ങളാണ്? ഇത് സത്താര ആൻഡ് സംപാൽപൂർ, ഉദയ്പൂർ, നാഗ്പൂർ ആൻഡ് ഝാൻസി. ഇത്രയും സ്ഥലങ്ങൾ അവർ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്ന പോളിസിയിലൂടെ എല്ലാം അവർ കീഴടക്കി. ആര്? ബ്രിട്ടീഷുകാര്, അല്ലെ. ഓക്കെ, ഫൈനലി ഇൻ 1856 അങ്ങനെ 1856 ദ കമ്പനി ഓൾസോ ടുക്ക് ഓവർ അവാധ്. അങ്ങനെ അവാദ് എന്ന് പറയുന്ന സ്ഥലവും റീജിയനും ബ്രിട്ടീഷുകാർ കീഴടക്കി എന്നാണ് പറയുന്നത്. ആൻഡ് ദിസ് ടൈം ദ ബ്രിട്ടീഷ് ഹാഡ് ആൻ ആഡഡ് ആർഗ്യുമെന്റ്. പിന്നെ ബ്രിട്ടീഷുകാർക്ക് ഈ ഒരു പോളിസി റിലേറ്റഡ് കുറച്ചും കൂടെ ആഡ് ചെയ്യാനുണ്ട്. എന്താണ് അവർ കൊണ്ട്? ദേ സെഡ് ദാറ്റ് ദേ വർ ഒബ്ലിഗ്ഡ് ബൈ ഡ്യൂട്ടി to take over Awadh in order to free the people from the misgovernment of the Nawab. എന്താണ് ഇവർ പറയുന്നതെന്ന് വെച്ചാല് അവർക്ക് ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. ഈ പോളിസി എന്താണ്? അവരുടെ ഗവൺമെന്റ് കൊണ്ടുവന്നതാണ്, അല്ലെ. അപ്പൊ എന്താണ് അവരെന്ത് ചെയ്യണം? എന്തായാലും ഈ അവാദ് പറയുന്ന സ്ഥലം അവർക്ക് കൈക്കലാക്കി തീരുള്ളൂ. എന്തിനു വേണ്ടിയിട്ട്? അവിടെയുള്ള ജനങ്ങളെ മിസ് ഗവൺമെന്റ് എന്ന് വെച്ചാൽ അവിടെയുള്ള ഇന്ത്യൻ ഗവൺമെന്റിനെ അധിക്ഷേപിക്കുന്ന തരത്തിലാണ് മിസ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഈ നവാബ്സുകൾ ഭരിക്കുന്ന മിസ് ഗവൺമെന്റിൽ നിന്ന് അവിടെയുള്ള ജനങ്ങളെ ഫ്രീ ആക്കണം എന്നുള്ള ആർഗ്യുമെന്റാ പറയുന്നത്. അത് അവരുടെ ട്രിക്കാണ്, ആ ഒരു റീജിയൻ കൈക്കലാക്കാൻ വേണ്ടിയിട്ടുള്ള. ഓക്കെ, and ranged by the humiliating way in which the Nawab was disposed. അല്ലെ, നവാബിനെ എന്താക്കി അവര്
പുറത്താക്കി. എന്നിട്ട് the people of Awadh joined the great revolt that broke out in 1857. അങ്ങനെ അവാദിലുള്ള നവാബ്സ് എല്ലാം കൂടെ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്കെതിരെ റിവോൾട്ട് നടത്തി. ഏത് വർഷം? 1857. നമ്മൾ പറഞ്ഞു അവാദിലുള്ള നവാബ്സിനെതിരായിട്ടാണ് ഒരു ആർഗ്യുമെന്റ് ഇവർ കൊണ്ടുവന്നത് അല്ലെ. അങ്ങനെ ഈ നവാബ്സ് എന്ത് ചെയ്തു? 1857 ഒരു റിവോൾട്ട്, ഒരു ഗ്രേറ്റ് റിവോൾട്ട് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് നടത്തി എന്നതാണ് കേട്ടോ കുട്ടികളെ പറയുന്നത്. പിന്നെ ആൻഡ് സെറ്റിംഗ് അപ്പ് എ ന്യൂ അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെ പുതിയൊരു അഡ്മിനിസ്ട്രേഷൻ, പുതിയൊരു ഗവൺമെന്റ് സെറ്റപ്പ് ചെയ്യാണ് ആര്? ബ്രിട്ടീഷുകാർ അല്ലെ. ആൻഡ് വാരൻ ഹാസ്റ്റിങ്സ് ഗവർണർ ജനറൽ ഫ്രം 1770, അങ്ങനെ ലോർഡ് ഹാസ്റ്റിങ്സ് പറഞ്ഞു, പിന്നെ ലോർഡ് ഡോൾഹൌസി പറഞ്ഞു. ഇനി നെക്സ്റ്റ് ആരാണ്? വാരൻ ഹാസ്റ്റിങ്സിന്റെ ഗവർണർ ജനറൽ പദവിയിലേക്ക് വാരൻ ഹാസ്റ്റിങ്സ് വന്നു. ഏത് സമയം തൊട്ട്? 1773 to 1785 അല്ലെ കുട്ടികളെ. and was one of the many important figures who played a significant role in the expansion of company power. ഈ കമ്പനി പവർ കൂടാനും കൂടുതൽ സ്ഥലങ്ങൾ ഇവിടെ കൈക്കലാക്കാനും കൂടുതൽ സഹായിച്ച ഒരു പവർഫുൾ ഗവർണർ ആയിരുന്നു വാരൻ ഹാസ്റ്റിങ്സ് എന്നാണ് കേട്ടോ കുട്ടികളെ പറയുന്നത്. Okay, and by his time the company had acquired power not only in Bengal, എന്ന് വെച്ചാൽ വാരൻ ഹാസ്റ്റിങ്സിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാര് ബംഗാൾ മാത്രമല്ല നിലയുറപ്പിച്ചത്, പിന്നെ എവിടേക്കാണ്? ബോംബെ, ബട്ട് ഓൾസോ ഇൻ ബോംബെ ആൻഡ് മദ്രാസ് അല്ലെ. ബംഗാളിൽ മാത്രമല്ല ബട്ട് ഓൾസോ ഇൻ ബോംബെ ആൻഡ് മദ്രാസിലും അവർ ആധിപത്യം ഉറപ്പിച്ചു എന്നാണ് കേട്ടോ പറയുന്നത്. And the British territories were broadly divided into administrative units called presidencies. അങ്ങനെ ഈ ബ്രിട്ടീഷുകാര് ഇങ്ങനെ പിടിച്ച് ഇതാക്കിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഇല്ലേ മക്കളെ, അതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? പ്രസിഡൻസീസ് എന്നാണ് കേട്ടോ. ആൻഡ് അവിടെ 3 types ഓഫ് പ്രസിഡൻസീസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ബംഗാൾ, മദ്രാസ് ആൻഡ് ബോംബെ. ഓക്കെ, അപ്പൊ ബ്രിട്ടീഷ് ടെറിട്ടറീസ് അവർ എന്തായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, പല അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതിന് പറയുന്ന പേരാണ്, ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്സിന്റെ പേരാണ് പ്രസിഡൻസീസ്. അങ്ങനെ 3 types ഓഫ് പ്രസിഡൻസീസ് ആണ് ബ്രിട്ടീഷിനുള്ളത്. എവിടൊക്കെയാണ് മക്കളെ? ഇറ്റ് ഈസ് ഇൻ ബോംബെ, മദ്രാസ് ആൻഡ് ബംഗാൾ. ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, and each was ruled by a governor. എന്ന് വെച്ചാൽ ബംഗാൾ ആയിക്കോട്ടെ, മദ്രാസ് ആയിക്കോട്ടെ, ബോംബെ ആയിക്കോട്ടെ, ഈ 3 പ്രസിഡൻസീസും റൂൾ ചെയ്യുന്നത്, ഭരിക്കുന്നത് ആരാണ് കുട്ടികളെ? ഗവർണർ ആണ് അല്ലെ. ആൻഡ് ദ സുപ്രീം ഹെഡ് ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റീവ് വാസ് ദ ഗവർണർ ജനറൽ അല്ലെ. എന്ന് വെച്ചാൽ ആ ഒരു 3 പ്രസിഡൻസീസിലെയും സുപ്രീം ഹെഡ് എന്ന് പറയുന്നത് ആരാണ് മക്കളെ? ഗവർണർ ആണ് അല്ലെ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ്, Warren Hastings, the first Governor General, introduced several administrative reforms, notably in the sphere of justice. വാരൻ ഹാസ്റ്റിങ്സ് എന്ന് പറയുന്നത് ആരായിരുന്നു? ഫസ്റ്റ് ഗവർണർ ജനറൽ ആയിരുന്നു. ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു മക്കളെ? വാരൻ ഹാസ്റ്റിങ്സ് ആണെന്ന് ഓർക്കണം കേട്ടോ. ഓക്കെ, അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് അല്ല, ജസ്റ്റിസ് റിലേറ്റഡ് ആയിട്ടുള്ള പല റിഫോംസും കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് കേട്ടോ കുട്ടികളെ പറയുന്നത്. ഓക്കെ, and from 1772 a new system of justice was established. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഗവർണർ ജനറൽ ആയിട്ടുള്ള വാരൻ ഹാസ്റ്റിങ്സിന്റെ നേതൃത്വത്തിൽ ലീഡർഷിപ്പില് 1772 ഒരു പുതിയ ഫോം ഓഫ് ജസ്റ്റിസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്താ നമുക്ക് നോക്കിയാലോ കുട്ടികളെ? ഈച്ച് ഡിസ്ട്രിക്ട് വാസ് ടു ഹാവ് 2 courts. എന്ന് വെച്ചാല് ഓരോ ജില്ലയ്ക്കും 2 കോടതി വീതം വേണം. എന്തൊക്കെ? മെയിൻലി ക്രിമിനൽ കോർട്ട് എന്ന് അവര് പറയാം, ഫൗജ്ദാരി അദാലത്ത്, സിവിൽ കോർട്ട്, ഇറ്റ് ഈസ് ദിവാനി അദാലത്ത്. ഓക്കെ, അവര് പറയാണ് ഓരോ ഡിസ്ട്രിക്റ്റിലും, അവര് റൂൾ ചെയ്യുന്ന ഓരോ ഡിസ്ട്രിക്റ്റിലും 2 കോടതി വീതം വേണം. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് ക്രിമിനൽ കോർട്ടും അതുപോലെ തന്നെ സിവിൽ കോർട്ടും വേണം എന്നാണ് പറയുന്നത് കേട്ടോ. അതാണ് വാരൻ ഹാസ്റ്റിങ്സിന്റെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള 2 എന്താണ് ജസ്റ്റിസ് ഫോംസ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, Maulavis and Hindu Pandits interpreted Indian laws for the European district collectors who presided over civil courts.
Maulavis and Hindu Pandits were interpreted Indian laws for the European district collectors who presided over സിവിൽ കോഡ്. അങ്ങനെ മൗലവീസും ഹിന്ദു പണ്ഡിറ്റ്സും അവരൊക്കെ എന്ത് ചെയ്തു? ഇന്ത്യൻ ലോസ് ഇന്റർപ്രറ്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? യൂറോപ്യൻ കോഡ്സിൽ, യൂറോപ്യൻ ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് അവിടെ പ്രിസൈഡ് ചെയ്തു സിവിൽ കോഡ്സിൽ. അപ്പൊ മൗലവീസും നമ്മുടെ ഹിന്ദു പണ്ഡിറ്റ്സും ഒക്കെ ഈ ഒരു ഇന്ത്യൻ ലോസിനെ അവർ ഇന്റർപ്രറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, ദ ക്രിമിനൽ കോഡ്സ് were still under a quasi and a mufti but under the supervision of collectors. ഈ ക്രിമിനൽ കോഡ്സ് എന്ന് പറയുന്നത് എന്താണ്? മെയിൻലി ആരുടെ കീഴിലാണെന്നാ പറയുന്നത്? ക്രിമിനൽ കോഡ്സ് അത് ഇറ്റ് ഈസ് ക്വാസികളെ കൈമലോ അല്ലെങ്കിൽ മുഫ്തികളെ കൈമലോ ആണ്, അല്ലെങ്കിൽ കളക്ടേഴ്സിന്റെ കൈമലോ ഇതിലോ ആയിരിക്കും എന്ത് ക്രിമിനൽ കോഡ്സ് വരും അല്ലെ. ക്രിമിനൽ കോഡ്സ് were still under the quasi or mufti or under the supervision of collectors അല്ലെ, അല്ലെങ്കിൽ കളക്ടേഴ്സിന്റെ നേതൃത്വത്തിലായിരിക്കും ആ ഒരു ക്രിമിനൽ കോർട്ട് നിലനിന്ന് പോവുക. ഓക്കെ, നടത്തിക്കൊണ്ട് പോവുക. ഓക്കെ, ഇറ്റ് ഈസ് ദ ട്രയൽ ഓഫ് വാരൻ ഹാസ്റ്റിങ്സ് അല്ലെ. എന്ന് വെച്ചാൽ വാരൻ ഹാസ്റ്റിങ്സിന്റെ ഒരു മീറ്റിംഗ്, ഒരു ട്രയൽ ആണ് ഇതിലെ ഈ ഒരു പിക്ചറൈസ് ചെയ്യുന്നത് ഈ ഒരു ഇമേജിൽ കേട്ടോ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, ദ കമ്പനി ആർമി. അപ്പോ നമ്മുടെ ബ്രിട്ടീഷുകാരുടെ മിലിറ്ററി സ്ട്രെങ്തിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിഞ്ഞാലോ കുട്ടികളെ? ഓക്കെ, അപ്പൊ ബ്രിട്ടീഷുകാരുടെ കമ്പനി സ്ട്രെങ്തിനെ കുറിച്ച് നമുക്കറിയാം. ദ കൊളോണിയൽ റൂൾ ഇൻ ഇന്ത്യ ബ്രോട്ട് ഇൻ സം ന്യൂ ഐഡിയാസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് റിഫോം ബട്ട് ഇറ്റ്സ് പവർ റെസ്റ്റഡ് ഓൺ ഇറ്റ്സ് മിലിറ്ററി സ്ട്രെങ്ത്. എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നോക്കിയത് ഈ മിലിറ്ററി സ്ട്രെങ്ത് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കൂടുതൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പോ ദ മുഗൾ ആർമി വാസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ് മുഗൾ റൂളേഴ്സ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രിട്ടീഷുകാരെ എൻട്രി മെയിൻലി ആയിട്ട് നവാബ്സുകളൊക്കെ റൂൾ ചെയ്യുന്ന ടൈമില്. ഓക്കെ, അപ്പൊ മുഗൾ ആർമി മെയിൻലി ആയിട്ട് ഡിവൈഡ് ചെയ്ത് കവാൽറി, ട്രെയിൻഡ് സോൾജിയേഴ്സ് ഓൺ ഹോഴ്സ് ബാക്കിൽ വരുന്ന ട്രെയിൻഡ് സോൾജിയേഴ്സ് ആണ് ഈ മുഗൾ റൂളേഴ്സ് ആർമിന്റെ ഒരു പ്രത്യേകത. പിന്നെ ഇൻഫാൻട്രി, ദാറ്റ് ഈസ് ഫുഡ് സോൾജിയേഴ്സ് എന്നാണ് ഇൻഫാൻട്രി എന്ന് പറയുന്നത്. ഫുഡ് സോൾജിയേഴ്സും ട്രെയിൻഡ് സോൾജിയേഴ്സുമാണ് മെയിൻ ആയിട്ട് മുഗൾ ആർമിന്റെ ഒരു പ്രത്യേകത. എന്തൊക്കെയാണ് കുട്ടികളെ? ഇറ്റ് ഈസ് ട്രെയിൻഡ് സോൾജിയേഴ്സും അതുപോലെ തന്നെ ഫുഡ് സോൾജിയേഴ്സുമാണ് എവിടെയുള്ള പ്രത്യേകത? മുഗൾ ആർമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ മുഗൾ ആർമിയിലുള്ള സോൾജിയേഴ്സിന് എന്തിലൂടെ ട്രെയിനിങ് കൊടുക്കുന്നതാണ് കുട്ടികളെ പറയുന്നത്? ദേ വർ ഗിവൺ ട്രെയിനിങ് ഇൻ ആർച്ചറി. ആർച്ചറി എന്ന് അമ്പും വില്ലും എങ്ങനെ ഇതാക്കുന്ന ട്രെയിനിങ് കൊടുക്കും. ആൻഡ് ദ യൂസ് ഓഫ് സ്വോർഡ്, അതിലും ട്രെയിനിങ് കൊടുക്കും എന്നാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, ഓക്കെ, ആൻഡ് ദ cavalry dominated the army and the Mughal state did not feel the need to have a large professionally trained infantry. എന്ന് വെച്ചാല് ഈ ഹോഴ്സ് ബാക്കിൽ പോകുന്ന ട്രെയിൻഡ് ആയിട്ടുള്ള സോൾജിയേഴ്സ് മതി അവർക്ക്, പ്രൊഫഷണൽ ആയിട്ടുള്ള സോൾജിയേഴ്സ് അവർക്ക് വേണ്ട എന്നുള്ളതിലായി ആര്? മുഗൾ റൂളേഴ്സ്. ആൻഡ് ദ റൂറൽ ഏരിയാസ് ഹാഡ് എ ലാർജ് നമ്പർ ഓഫ് ആംഡ് പെസൻസ് അല്ലെ. ഇപ്പൊ റൂറൽ ഏരിയാസിൽ വില്ലേജസിലാണെങ്കിലും അവിടെ എന്തുണ്ട്? കുറെ ആളുകളുണ്ട്, ആംഡ് ആയിട്ടുള്ള പെസൻസ് എന്ന് വെച്ചാൽ അവരൊക്കെ എന്ന് വെച്ചാൽ ട്രെയിൻഡ് ആയിട്ടുള്ള പെസൻസ് ആയിരിക്കും, ഈ ആർക്കിലറി അതിലൊക്കെ. ഓക്കെ, ആൻഡ് ദ ലോക്കൽ ജമീന്ദാർസ് ഓഫൻ സപ്ലൈഡ് ദ മുഗൾസ് വിത്ത് പെയ്ഡ് സോൾജിയേഴ്സ്. എന്ന് വെച്ചാൽ അവിടെയുള്ള ലാർജ് നമ്പർ ഓഫ് ആംഡ് പെസൻസും അവിടെയുള്ള പെസൻസും ആൻഡ് ലോക്കൽ ജമീന്ദാർസും മുഗൾസിന് എന്ത് കൊടുത്തു? ഈ ഫുഡ് സോൾജിയേഴ്സിനെ പ്രൊവൈഡ് ചെയ്തു എന്നാണ് പറയുന്നത്. ആൻഡ് എ ചേഞ്ച് ഒക്കേർഡ് ഇൻ ദ 18th century. അങ്ങനെ 18ാം നൂറ്റാണ്ടിലാണ് കേട്ടോ കുട്ടികളെ ഒരു മാറ്റം വന്നത്. എന്ത് മാറ്റമാണ് വന്നത്? ദ മുഗൾ സക്സസർ സ്റ്റേറ്റ്സ് ലൈക്ക് അവധ് ആൻഡ് ബനാറസ് started recruiting peasants into their armies. അങ്ങനെ മുഗൾ സ്റ്റേറ്റ്സ് ആയിട്ടുള്ള അവാദിലും ബനാറസിലും ഈ പെസൻസിനെ ആർമീസിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അവരെ എന്താക്കി? പ്രൊഫഷണൽ സോൾജിയേഴ്സ് ആക്കി മാറ്റി എന്നാണ് പറയുന്നത്. മുഗൾ റൂളിംഗ് അല്ലെ, മുഗൾ
റൂളേഴ്സിന്റെ പീരീഡില് ഒരു ചേഞ്ച് അവർ കൊണ്ടുവന്നെന്ന് വെച്ചാൽ ആർമിയിലേക്ക് കുറെ പെസൻസിന് കൊണ്ടുവരികയും അവരെ പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള സോൾജേഴ്സ് ആക്കി പട്ടാളക്കാരാക്കി മാറ്റുകയുമാണ് കേട്ടോ ചെയ്തത്. ഓക്കെ. The East India Company adopted the same method. ഇതേ സെയിം മുഗൾ റൂളേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഇതേ സെയിം മെത്തേഡ് ആണ് കേട്ടോ കുട്ടികളെ നമ്മൾ ബ്രിട്ടീഷുകാരും യൂസ് ചെയ്തത്. When it began recruitment for its own army, which came to be known as the Sepoy Army. ബ്രിട്ടീഷുകാർ ആർമീന് പറയുന്ന പേരാണ് എന്ത് മക്കളെ? Sepoy Army. From the Indian word it is സിപ്പാഹി എന്നാണ്. മീനിങ് എന്താണ്? സോൾജിയർ. Okay. As warfare technology changed from the 1820s, അങ്ങനെ 1820-കളില് ഇവരുടെ പല ടെക്നോളജി വാർഫെയർ എന്ന് വെച്ചാൽ പണ്ട് മുഗൾസ് യൂസ് ചെയ്തിട്ടുള്ള സോൾജിയർ അപ്പോ ഒരു ടെക്നോളജിക്കലി ചേഞ്ച് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാർ വന്നപ്പോഴാണ് ഒരു വാർഫെയർ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് ദ കവാൽറി റിക്വയർമെന്റ്സ് ഓഫ് ദി കമ്പനീസ് ആർമി ഡിക്ലൈൻഡ് എന്ന് വെച്ചാല് ഈ കവാൽറീസിന്റെ റിക്വയർമെന്റിനനുസരിച്ച് ഈ കമ്പനീസ് ആർമി എന്താ ഡിക്ലൈൻ ചെയ്തു. കവാൽറീസിന് ഇനി വേണ്ട, അവർക്ക് പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള സോൾജേഴ്സിനെ മതി എന്നുള്ള രീതിയിൽ ബ്രിട്ടീഷുകാര് മാറി. This is because the British Empire was fighting in Burma, Afghanistan and Egypt, where soldiers were armed with muskets and matchlocks. അങ്ങനെ ന്യൂ മെത്തേഡ് അവര് ബ്രിട്ടീഷുകാരെ സോൾജേഴ്സ് യൂസ് ചെയ്തു, സിപ്പോയി സോൾജേഴ്സ് യൂസ് ചെയ്തു. എപ്പോൾ ബർമയും അഫ്ഗാനിസ്ഥാനും ഈജിപ്തുമായിട്ട് അവർ യുദ്ധം സംഘടിപ്പിച്ചപ്പോൾ അവരെന്തൊക്കെ യൂസ് ചെയ്തിട്ടാണ് യുദ്ധം നടത്തിയത് കുട്ടികളെ? They were used muskets and matchlocks. ഇങ്ങനെയുള്ള മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് അവർ യുദ്ധം നടത്തിയത്. അപ്പൊ ഈ കവാൽറി ആർമീന്റെ ഇതൊന്നൊക്കെ ആ ഒരു കാലഘട്ടം പോയി. ഇവരെന്ത് ചെയ്തു? പുതിയ വാർഫെയർ ടെക്നോളജി ബ്രിട്ടീഷുകാർ യൂസ് ചെയ്തു. ആരൊക്കെ ആയിട്ട് യുദ്ധം നടത്തുമ്പോഴാണ് അവർ ന്യൂ ടെക്നോളജി യൂസ് ചെയ്തത്? വാർഫെയർ ടെക്നോളജി. ബർമ, അഫ്ഗാനിസ്ഥാൻ, ഈജിപ്തുമായിട്ട് അവർ വാർ നടത്തുമ്പോൾ, ഫൈറ്റ് ചെയ്യുമ്പോൾ അവർ യൂസ് ചെയ്തിരുന്ന, ബ്രിട്ടീഷുകാർ യൂസ് ചെയ്യുന്ന മസ്കറ്റ്സ് ആൻഡ് matchlocks ആണ് കേട്ടോ. ഓക്കെ. ഇൻ ദ ഏർലി 19th century, അങ്ങനെ 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുള്ള കാര്യങ്ങൾ കേട്ടോ കുട്ടികളെ. ദ ബ്രിട്ടീഷ് began to develop a uniform military culture. അങ്ങനെ ബ്രിട്ടീഷുകാർ എന്താക്കി? ഒരു യൂണിഫോം ആയിട്ടുള്ള എന്ന് വെച്ചാൽ മുഗൾ റൂളേഴ്സുമായിട്ട് വ്യത്യാസപ്പെടുത്തി നല്ലൊരു മിലിറ്ററി റൂളിൽ, ഒരു മിലിറ്ററി കൾച്ചർ സംസ്കാരത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു അല്ലെ. പുതിയ വാർഫെയർ ടെക്നോളജീസ് കൊണ്ടുവന്നു. ഓക്കെ. And the soldiers were increasingly subjected to European style training. എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരെ സോൾജേഴ്സ് എന്ന് പറയുമ്പോൾ അവരെന്ത് ബേസിലുള്ള ട്രെയിനിങ് കൊടുക്കുന്നത്? യൂറോപ്യൻ സ്റ്റൈലിലുള്ള ട്രെയിനിങ് ആണ് അവർക്ക് കൊടുക്കുന്നത് അല്ലെ. Drill and discipline that regulated their life far more than before. അവരുടെ ലൈഫ് റെഗുലേറ്റ് ചെയ്യുന്ന പല മെത്തേഡ്സ് എല്ലാം അവരെന്താ യൂറോപ്യൻ സ്റ്റൈൽ ഓഫ് ട്രെയിനിങ് ആണ് ബ്രിട്ടീഷുകാർ അവരുടെ സിപ്പോയി സോൾജേഴ്സിന് കൊടുക്കുന്നത്. Often this created problems since caste and community feelings were ignored in building a force of professional soldiers. എന്ന് പറഞ്ഞാൽ ആ സോൾജേഴ്സിന്റെ ഉള്ളില് കാസ്റ്റോ അല്ലെ കമ്മ്യൂണിറ്റി ഫീലിങ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് നമ്മൾ ഏറ്റുമുട്ടുമ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ തോറ്റുപോയേക്കാം. അതുകൊണ്ട് ബ്രിട്ടീഷുകാര് അവരുടെ സോൾജേഴ്സിന്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ എന്ത് ചെയ്തു? ആകപ്പാടെ മാറ്റി നിർത്തി എന്നതാണ് കേട്ടോ പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ്, എ സാവർ ഓഫ് ബംഗാൾ ഇൻ ദ സർവീസ് ഓഫ് കമ്പനി. ഇതാണ് ഹോഴ്സ് ബാക്സിലുള്ള നമ്മൾ സോൾജേഴ്സ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ. ഓക്കെ. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞത്. എന്തൊക്കെ കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞത് മക്കളെ? ഒന്നും കൂടെ നമുക്ക് നോക്കാം. നമ്മൾ പാരാമൗണ്ടസിയിലാണ് തുടങ്ങിയത്. ക്ലെയിം ടു പാരാമൗണ്ടസിയിലാണ്. ലോർഡ് ഹാസ്റ്റിങ്സിന്റെ നേതൃത്വത്തിലാണ്, ലീഡർഷിപ്പിലാണ് അല്ലെ കുട്ടികളെ പാരാമൗണ്ടസി എന്നൊരു ഇത് വന്നത്. ഇതെന്ന് പറയുന്നത് മെയിൻലി എന്താണ് മക്കളെ ഉദ്ദേശിക്കുന്നത്? അവരൊരു സുപ്രീമോറിറ്റി കൊണ്ടുവന്നതാണ്. ഇവരാണ് സുപ്രീം. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് റൂളേഴ്സ് പറയുന്നൊന്നും അവർക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. എത്ര സ്റ്റേറ്റ് വേണമെങ്കിലും അവർക്ക് കീഴടക്കാം എന്നൊരു നിയമമാണ് പാരാമൗണ്ടസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഓക്കെ, അതുകൊണ്ട് തന്നെ അവർ ഏതൊക്കെ സ്റ്റേറ്റ്സ്, കിറ്റൂർ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ അവർ ഇതാക്കാൻ പോയപ്പോ റാണി ചെന്നമ്മ എന്ന് പറയുന്ന ആള് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വന്നു. അവരെ ജയിലിലിട്ട് അവർ കൊലപ്പെടുത്തി. അവരുടെ ഫോളോവർ ആയിട്ട് റായണ്ണ എന്ന് പറയുന്ന ആള് വന്നു. ഓക്കെ, അങ്ങനെ അവരെന്ത് ചെയ്തു, റായണ്ണനെ തൂക്കിലേറ്റി. അങ്ങനെ പല സ്ട്രാറ്റജീസ്. പിന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി, പിന്നെ അവര് ബ്രിട്ടീഷുകാര്, പിന്നെ അവര് പേടിച്ചത് റഷ്യയുടെ കടന്നുവരവായിരുന്നു. അങ്ങനെ അവര് നോർത്ത് വെസ്റ്റ് റീജിയൻസ് ആയിട്ടുള്ള പല റീജിയൻസും ആയിട്ട് വാർ നടത്തി. അഫ്ഗാനിസ്ഥാനിലുള്ള പല സ്ഥലങ്ങൾ അവർ കീഴടക്കി എന്നതാണ് പറയുന്നത്. സിന്ധും പഞ്ചാബും ഒക്കെ. പഞ്ചാബ് ആദ്യം കീഴടക്കാൻ അവർ ഭയപ്പെട്ടു. അവിടുത്തെ റൂളർ ആരായിരുന്നു? മഹാരാജ രഞ്ജിത് സിംഗ് ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞില്ലേ കുട്ടികളെ? ഓക്കെ, അങ്ങനെ അദ്ദേഹത്തിന് മരണത്തിന് ശേഷം ആ പഞ്ചാബും കൂടെ ഇവരുടെ നേതൃത്വത്തില് വന്നു എന്നുള്ളതാണ് കേട്ടോ പറയുന്നത്. പിന്നെ ഡോക്ടർ ഓഫ് ലാബ്സ് എന്ന് പറയുന്നത് ലോർഡ് ഡാൽഹൌസി എന്ന് പറയുന്ന ഗവർണറിന്റെ നേതൃത്വത്തിലാണ് കേട്ടോ. എന്ന് വെച്ചാല് ആ ഒരു ഇന്ത്യൻ സ്റ്റേറ്റ് റൂളറിന് മെയിൽ ഹെയർ ആരും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു പ്രോപ്പർട്ടി അവരുടെ അതോറിറ്റി അല്ലെങ്കിൽ അവരുടെ ടെറിട്ടറി ആരുടെ കയ്യിലേക്ക് പോവാം? ബ്രിട്ടീഷുകാരുടെ കയ്യിലെത്തുന്നതാണ് അല്ലെ ഇത് പറയുന്നത്. ഓക്കെ, അങ്ങനെ അവര് സംബാൽപൂർ, ഝാൻസി, നാഗ്പൂർ, സത്താര എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ കീഴടക്കി അല്ലെ. അങ്ങനെ അവാദ് എന്ന് പറയുന്ന സ്ഥലവും അവർ കീഴടക്കി. ഓക്കെ, അപ്പൊ നവാബ്സിന്റെ റൂളൊക്കെ ഇല്ലാതാക്കാൻ നോക്കി. പിന്നെ അവർ പുതിയൊരു അഡ്മിനിസ്ട്രേഷൻ ഫോം ചെയ്തു. വാരൻ ഹാസ്റ്റിങ്സ് അല്ലെ, വാരൻ ഹാസ്റ്റിങ്സ് എന്ന് പറയുന്ന ഫസ്റ്റ് ഗവർണർ ആണ് കേട്ടോ ഇവരുടെ ബ്രിട്ടീഷുകാരെ. ആ ഒരു ടൈമിൽ എന്ന് വെച്ചാൽ അവരെന്ത് ചെയ്തു, ബംഗാൾ, ബോംബെ, മദ്രാസ് അവിടെ പ്രസിഡൻസീസ് ആക്കി മാറ്റി. ആ ബംഗാൾ, മദ്രാസ്, ബോംബെ 3 പ്രസിഡൻസീസ് ആക്കിയിട്ട് അവർ മാറ്റി. ഓക്കെ, എന്ന് വെച്ചാൽ വാരൻ ഹാസ്റ്റിങ്സിന്റെ നേതൃത്വത്തിൽ കൂടുതൽ പവർ ആരുടെ കയ്യിലാണ്? ഗവർണറിന്റെ കയ്യിലാണെന്നാണ് പറയുന്നത്. ഓക്കെ, ആ ഒരു ടൈമിൽ വാരൻ ഹാസ്റ്റിങ്സ് കൊണ്ടുവന്ന 2 ടൈപ്സ് ഓഫ് കോർട്ടാണ്, ക്രിമിനൽ കോർട്ടും സിവിൽ കോർട്ടും അല്ലെ. പിന്നെ അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറഞ്ഞ കമ്പനി ആർമി എന്ന് പറയുമ്പോൾ, മുഗൾ ആർമി എന്ന് പറയുമ്പോൾ കവാൽഡറി, ഇൻഫാൻട്രി എന്നുള്ള ഇതിലായിരുന്നു. എന്ന് വെച്ചാൽ കവാൽഡറി എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? ദ ട്രെയിൻഡ് സോൾജിയേഴ്സ് അല്ലെ, ഹോഴ്സ് ബാക്സിൽ വരുന്ന ട്രെയിൻഡ് സോൾജിയേഴ്സ്. ഇൻഫാൻട്രി എന്ന് പറയുന്ന ഫുഡ് സോൾജിയേഴ്സ് ആണ്. അങ്ങനെ ബ്രിട്ടീഷുകാർ യൂസ് ചെയ്ത വേറെ ടൈപ്പ് ഓഫ് വാർഫെയർ ടെക്നോളജിയാണ് യൂസ് ചെയ്തത്. പ്രൊഫഷണൽ ട്രെയിനേഴ്സിനൊക്കെ ആയിട്ട് യൂറോപ്യൻ ടൈപ്സിൽ അല്ലെ. എന്ന് വെച്ചാൽ ബർമ, അഫ്ഗാനിസ്ഥാൻ, ഈജിപ്ത് ആ ഒരു ഇതിലൊക്കെ കീഴടക്കുമ്പോൾ അവർ യൂസ് ചെയ്ത മെത്തേഡ് എന്താണ്? യൂസിങ് ആംഡ് വിത്ത് മസ്കറ്റ്സ് ആൻഡ് മാച്ച് ലോക്സ് ആണെന്ന് ഓർക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെ ഒരു യൂണിഫോം മിലിറ്ററി കൾച്ചർ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ നോക്കിയത്. അങ്ങനെ കുറെ കാലത്തിന് ശേഷം പ്രൊഫഷണൽ ആയിട്ടുള്ള സോൾജേഴ്സിനെ തന്നെ അവരെന്ത് ചെയ്തു? യൂസ് ചെയ്തു. ആര്? ബ്രിട്ടീഷുകാർ അല്ലെ. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് വൺ, പാരാമൗണ്ടസി അല്ലെ, പോളിസി. പാരാമൗണ്ടസി പോളിസി എന്ന് പറയുമ്പോ എന്താണ്? സുപ്രീം പവർ ആരുടെ കൈവലായിരിക്കുന്ന പറഞ്ഞേ അല്ലെ? സുപ്രീം പവർ ആരുടെ കയ്യിലായിരിക്കും? ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റീവിന്റെ കയ്യിലായിരിക്കും അല്ലെ, ഗവർണറിന്റെ കയ്യിലായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ആരെയാണ്? ഫസ്റ്റ് ശരിക്കും വാരൻ ഹാസ്റ്റിങ്സ് ആണ് ഫസ്റ്റ് ഗവർണർ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഇതില് ഫസ്റ്റ് പറഞ്ഞ ലോർഡ് ഹാസ്റ്റിങ്സ് ആണ് അല്ലെ. ലോർഡ് ഹാസ്റ്റിങ്സ്. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പല റീജിയൻസും അവരെന്ത് ചെയ്തു? ആനക്സ് ചെയ്തു എന്നാണ് പറയുന്നത്. സ്വന്തമാക്കിയില്ലേ, പല റീജിയൻസും അവരുടെ കീഴിലാക്കി എന്ന് പറഞ്ഞു അല്ലെ, ലോർഡ് ഹാസ്റ്റിങ്സിന്റെ നേതൃത്വത്തില്. പിന്നെ ഏത് ഗവർണറിനെ നമ്മൾ പറഞ്ഞു? ഇറ്റ് ഈസ് ലോർഡ് ഡാൽഹൌസി. ലോർഡ് ഡാൽഹൌസിന്റെ നേതൃത്വത്തില് പല റീജിയൻസും, പഞ്ചാബ് ആയിക്കോട്ടെ അല്ലെ, പഞ്ചാബ്, സിന്ധ് അല്ലെ, അഫ്ഗാനിസ്ഥാൻ ഒക്കെ അവരെ ആനക്സ് ചെയ്തു അല്ലെ.
പിന്നെ വന്നത് വാരൻ ഹാസ്റ്റിങ്സ് അല്ലെ. വാരൻ ഹാസ്റ്റിങ്സ് ഫസ്റ്റ് ഗവർണറാണ്. വാരൻ ഹാസ്റ്റിങ്സ് ഫസ്റ്റ് ഗവർണർ. ഓക്കെ, ഫസ്റ്റ് ഗവർണർ ആണ്. അദ്ദേഹം കൊണ്ടുവന്നതാണ് മിലിറ്ററി റൂളില് പല ചേഞ്ചസ് അല്ലെ. പിന്നെ ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. ഡോക്ട്രിൻ ഓഫ് ലാപ്സ് വഴിയാണ് കുറെ റീജിയൻസ് അല്ലെ. ഡോക്ട്രിൻ ഓഫ് ലോർഡ് ഡൾഹൌസി ഇൻ ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. ഓക്കെ, അങ്ങനെയാണ് പല റീജിയൻസ് പോയിട്ട് ആനക്സ് ചെയ്യാൻ നോക്കിയത്. അപ്പൊ ആ ഒരു ടൈമിലുള്ള ആളായിരുന്നു. പഞ്ചാബ് ആനക്സ് ചെയ്യാൻ പോയപ്പോ അവിടെ പവർഫുൾ റൂള് ഇറ്റ് ഇസ് മഹാരാജ് രഞ്ജിത്ത് സിംഗ് അല്ലെ. അങ്ങനെ ചിറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നപ്പോഴാണ് റാണി ചെന്നമ്മ അല്ലെ രംഗണ്ണ എന്ന് പറയുന്ന രണ്ടാൾക്കാര് അല്ലെ, റായണ്ണ എന്ന് പറയുന്ന രണ്ടാൾക്കാര് വന്നത്. പിന്നെ ഫസ്റ്റ് ഇവരുടെ നേതൃത്വത്തിലാണ് എന്ത് വന്നത്, വാരൻ ഹാസ്റ്റിങ്സിന്റെ നേതൃത്വത്തിലാണ് മിലിറ്ററി പ്രസിഡൻസീസ് ആയിട്ട് മാറിയത്. ഓക്കെ, പ്രസിഡൻസീസ് ആയിട്ട് മാറിയത്. പ്രസിഡൻസീസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് 3 പ്രസിഡൻസീസ് ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് വൺ ബോംബെ, മദ്രാസ്, ബംഗാൾ. പിന്നെ നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? മിലിറ്ററി അല്ലെ. മിലിറ്ററി ഓഫ് മുഗൾസിന്റെ മിലിറ്ററി എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു? കാവൽറി. മുഗൾസിന്റെ മിലിറ്ററി സോൾജേഴ്സിന്റെ പേര് ഏതൊക്കെയായിരുന്നു? കാവൽറി ആൻഡ് ഇൻഫാൻട്രി അല്ലെ. കാവൽറി എന്ന് പറയുന്ന ഹോഴ്സ് ബാക്സിലുള്ള ട്രെയിൻഡ് സോൾജേഴ്സ് ആണ്. ഓക്കെ, ഇൻഫാൻട്രി എന്ന് പറയുന്നത് ഇൻഫാൻട്രി ഫുഡ് സോൾജേഴ്സ് അല്ലെ. ഓക്കെ, അപ്പൊ ബ്രിട്ടീഷുകാരെ ആ സോൾജേഴ്സിന്റെ ഇതെന്താണ് മക്കളെ? ബ്രിട്ടീഷ് soldiers used matchlocks അല്ലെ, മസ്കറ്റ്സ് ഒക്കെയാണ് അവർ യൂസ് ചെയ്തത്. മസ്കറ്റ്സ് അവര് പുതിയ ന്യൂ ടെക്നോളജി യൂറോപ്യൻ സ്റ്റൈൽ ഓഫ് ട്രെയിനിങ് ആണ് സോൾജേഴ്സിന് കൊടുത്തത്. യൂറോപ്യൻ സ്റ്റൈൽ ഓഫ് ട്രെയിനിങ് ആണ് സോൾജേഴ്സിന് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. പാരാമൗണ്ടസി എന്ന് പറയുക ബ്രിട്ടീഷേഴ്സിനാണ് സുപ്രീം പവർ അല്ലെ. ബ്രിട്ടീഷിന് അവർക്കാണ് സുപ്രീം അല്ലെ. അവർക്ക് എന്ത് ചെയ്യാം? ആനക്സ് എനി ഇന്ത്യൻ സ്റ്റേറ്റ് അല്ലെ. ആനക്സ് എനി ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറയുമ്പോ എന്താണ്? ഡോക്ട്രിൻ ഓഫ് ലാപ്സ് നമ്മൾ ഇവിടെ പറഞ്ഞില്ലേ? ഇല്ല അല്ലെ. ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറയുമ്പോ എന്താണ് എന്ന് വെച്ചാല് ഈ ഒരു റൂളറിന് എന്ന് വെച്ചാല് ആൺകുട്ടികൾ ആരുമില്ല ഇവരുടെ ഭരണാധികാരം ഇനി നൽകാൻ വേണ്ടിയിട്ട് ഫോളോവേഴ്സ് ഇല്ലെങ്കിൽ ആ ഒരു സ്ഥലം ആരുടെ കൈമേലാവുന്ന പറയുന്നത്? ഓവർ ദി ഹാൻഡ്സ്, ഓവർ ദി ബ്രിട്ടീഷ് ഹാൻഡ്സ്. ബ്രിട്ടീഷുകാരെ ഇതിലേക്ക് പോവുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ പാരാമൗണ്ടസി പറഞ്ഞു,
പാരാമൗണ്ടസി എന്ന് പറയുന്ന പോളിസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ. പാരാമൗണ്ടസി എന്ന് പറയുന്ന ഇത്. പിന്നെ കുറെ ഗവർണർ ലോർഡ് ഹാസ്റ്റിങ്സിന്റെയും ലോർഡ് ഡാൾ ഹൗസിന്റെ നേതൃത്വത്തിൽ വന്ന എന്തൊക്കെ ചേഞ്ചസ് ആണ് ആ ഒരു ഇതിൽ വന്നത്. ബ്രിട്ടീഷുകാർ ആ ടൈമിൽ ഇവരെ ഗവർണർ ആക്കിയിട്ട് കൊണ്ടുവന്നപ്പോ ബാരൻ ഹാസ്റ്റിങ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് ഗവർണർ ആയിട്ടുള്ള പ്രസിഡൻസീസ് പറഞ്ഞു. 3 പ്രസിഡൻസീസ്, ബോംബെ, മദ്രാസ്, ബംഗാൾ. പിന്നെ യൂറോപ്യൻ സ്റ്റൈൽ എന്ന് വെച്ചാൽ മിലിറ്ററി റൂൾ ഓഫ് മിലിറ്ററീസ് സോൾജിയേഴ്സ് ഓഫ് മുഗൾ ടൈമിലുള്ള സോൾജിയേഴ്സ് എന്ന് പറയുന്നത് 2 ടൈപ്പ് ആയിരുന്നു. കവാൽറി, ഇൻഫൻട്രി. ഓക്കെ, അപ്പൊ അവിടെ ട്രെയിൻഡ് സോൾജിയേഴ്സും ഫുഡ് സോൾജിയേഴ്സും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ബ്രിട്ടീഷുകാരെ സോൾജിയേഴ്സ് മാച്ച്ലോക്സും മസ്കറ്റ്സും ആയിരുന്നു യൂസ് ചെയ്ത്. ഏത് ടൈമിൽ? അഫ്ഗാനിസ്ഥാനും ബർമയുമായിട്ടൊക്കെ ഫൈറ്റ് ചെയ്യുമ്പോ അല്ലെ. വാർ ബർമ അല്ലെ, അഫ്ഗാനിസ്ഥാൻ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ അവരെയാണ് യൂസ് ചെയ്തത്. പിന്നെ അവരുടെ ന്യൂ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോ അവര് 2 ടൈപ്സ് ഓഫ് കോർട്ട് കൊണ്ടുവന്നു. 2 ടൈപ്സ് ഓഫ് എന്തൊക്കെ ടൈപ്സ് ഓഫ് കോർട്ടാണ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത് മക്കളെ? എന്ന് വെച്ചാൽ ഈച്ച് ഡിസ്ട്രിക്റ്റിലും 2 കോർട്ട് വേണമെന്ന് അവർ പറഞ്ഞു അല്ലെ. അവരൊരു ന്യൂ അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവരുമ്പോ എന്തൊക്കെ കോർട്ടിനെ കുറിച്ചാണ് പറഞ്ഞത്? മെയിൻലി അവർ പറഞ്ഞത് ഫസ്റ്റ് വൺ എന്താണ് അല്ലെ, ക്രിമിനൽ കോർട്ടും പിന്നെ സിവിൽ കോർട്ടും കൊണ്ടുവരാനാണ് പറഞ്ഞത്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് കേട്ടോ. ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ടേംസും ഇല്ലല്ലോ. നമ്മൾ സ്റ്റോറി പോലെ എല്ലാം സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോയതല്ലേ. അപ്പൊ എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോ അടുത്ത ഒരു സെഷനിൽ നമുക്ക് വേറൊരു ചാപ്റ്ററുമായിട്ട് കാണാം കേട്ടോ. താങ്ക് യു.